ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെണ്ടുമല്ലിയുടെ തൈകളാണ്. ഞങ്ങളിവിടെ ബന്ദി എന്നാണ് പറയുന്നത്. ഒരു തൈക്ക് 10 രൂപ വെച്ചാണ് ആയത്. അങ്ങനെ 17 തൈ വാങ്ങി. അത് നടാൻ വേണ്ടി മണ്ണും മണലും ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി. അപ്പം 5 ചട്ടിയിലാണ് നട്ടത്. 5 ചട്ടിയിൽ 5 മൂട് ഞാൻ നട്ടു. അത്രയും നടാനേ സമയം കിട്ടിയുള്ളൂ. സന്ധ്യ സമയമായിരുന്നു. അപ്പോൾ 5 എണ്ണം ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നട്ടു വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മാരിഗോൾഡിൻ്റെ വിത്ത് വാങ്ങി. അതിന് 55 രൂപയാണ് കവറിൽ എഴുതിയിരുന്നത്. 50 രൂപയ്ക്ക് ആ കടയിൽ നിന്ന് എനിക്ക് തന്നു. അത് കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു കവറ്, പിന്നെ അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു കവറ്. അങ്ങനെ ആണ് ഈ വിത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വിത്ത് തട്ടിയിട്ടപ്പം 12 വിത്തുണ്ടായിരുന്നു. ബന്ദിയുടെ 12 വളരെ ചെറിയ 12 വിത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ട്രേയിലൊന്ന് നട്ടു വയ്ക്കാം. ഒരുപാട് വിത്ത് കാണുമെന്ന് വിചാരിച്ച് 2 ട്രേ നിറച്ചുകൊണ്ട് വന്നതാണ്. അപ്പം കഴിഞ്ഞ വർഷവും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും പൂന്തോട്ടങ്ങളും പൂവും എല്ലാം കണ്ടപ്പോൾ ഈ വർഷം ഓണത്തിനെങ്കിലും എനിക്ക് കുറച്ച് മാരിഗോൾഡ് നട്ട് അതിൻ്റെ പൂക്കളൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ്. അപ്പോൾ 12 വിത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 12 വിത്തും നമ്മുടെ ഈ ട്രേയിൽ ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള മിശ്രിതത്തിനകത്ത് ഞാൻ നട്ടു. പിന്നെ പിറ്റേന്നായപ്പോൾ എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞത് ചട്ടിയിലല്ല നടാനുള്ളത്, തറയിലാണ് നടാനുള്ളത്, അത് വലുതാകുന്ന ചെടിയാണ്, അത് ഒരുപാട് വലുതാവും, ചട്ടി നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ബാക്കി 12 തൈ ഉണ്ടായിരുന്നത് തറയിൽ തടം വെട്ടി നട്ടിട്ടുണ്ട്. എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം ചേർത്ത് മണ്ണിൽ മിക്സ് ചെയ്ത് തടമെടുത്ത് ബാക്കി 12 തൈ നമ്മുടെ മുറ്റത്ത് തന്നെ നട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിത്ത് പാകിയിട്ട് 3 ദിവസം 4 ദിവസമായി. അപ്പം ഞാൻ ഓണക്കാലത്ത് നിറയെ പൂവായിട്ട് വരാം, ബന്ദിപ്പൂവായിട്ട് വരാം. ഓക്കെ.